നീറ്റ് പരീക്ഷാ വിവാദത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചതോടെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള എല്ലാ സമരങ്ങളും അവസാനിച്ചു എന്ന് കരുതിയെങ്കിൽ തെറ്റി. രാജ്യത്ത് അടുത്ത പ്രക്ഷോഭങ്ങൾക്ക് തുടക്കമായി കഴിഞ്ഞു. ഇത്തവണ നരേന്ദ്രമോദി സർക്കാരിന് വീഴുന്നത് എളുപ്പത്തിൽ അഴിക്കാനാവാത്ത വലിയൊരു പൂട്ടാണ്. ആരാണ് സർക്കാരിനെതിരെ പുതിയ കലാപക്കൊടിയുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്നല്ലേ? ഇൻസ്റ്റാഗ്രാമിൽ വെറും 5 ദിവസം കൊണ്ട് 46 ലക്ഷം ഫോളോവേഴ്സിനെ ഉണ്ടാക്കിയ റിസർവേഷൻ ഹട്ടാവോ ആന്തോളൻ അഥവാ RHA ആണ് ഇതിൽ ആദ്യത്തേത്. സംവരണം പൂർണ്ണമായും എടുത്തു കളയുക, സർക്കാർ രേഖകളിൽ നിന്ന് ജാതി ഒഴിവാക്കുക എന്നതാണ് ഇവരുടെ പ്രധാന ആവശ്യം. ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും തങ്ങൾക്ക് ബന്ധമില്ല എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് വാഹനങ്ങളുടെ എഞ്ചിൻ നശിപ്പിക്കുന്ന E20 പെട്രോൾ അടിച്ചേൽപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ട് E20 ജനതാ പാർട്ടി രംഗത്ത് വന്നിരിക്കുന്നത്. ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഓഗസ്റ്റ് 4-ന് ഡൽഹിയിലെ ടാക്സി ഡ്രൈവർമാർ പാർലമെന്റിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. പെട്ടെന്ന് രാജ്യത്ത് ഇത്തരം സമരങ്ങൾക്ക് ഊർജം ലഭിച്ചത് നീറ്റ് ക്രമക്കേടുകൾക്കെതിരെ കോക്രോച്ച് ജനതാ പാർട്ടി 49 ദിവസം നടത്തിയ സമരത്തിന്റെ വൻ വിജയത്തിൽ നിന്നാണ്. എന്നാൽ രാജ്യത്തിൽ ഒന്നൊഴിയാതെ ഈ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുമ്പോൾ ഇത് മോദി സർക്കാരിന്റെ പതനമാണെന്ന് ആഘോഷിക്കുന്നവർ ഒരു കാര്യം സൗകര്യപൂർവ്വം മറന്നു പോകുന്നുണ്ട്. ഇത് നരേന്ദ്രമോദിക്ക് പറ്റിയ വീഴ്ചയല്ല, മറിച്ച് രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ പ്രതിപക്ഷവും ഈ രാജ്യത്ത് എത്രത്തോളം അപ്രസക്തരായി എന്നതിന്റെ കൃത്യമായിട്ടുള്ള തെളിവാണ്. വോട്ട് ചെയ്ത് പാർലമെന്റിലേക്ക് അയച്ച മരവാഴകളെ കൊണ്ട് ജനങ്ങൾക്ക് ഒരു ഗുണവുമില്ലെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ടാണ് സർക്കാരിനെ വിമർശിക്കാനും തിരുത്താനും ക്രിയാത്മകമായി ഒരു പ്രതിപക്ഷമില്ലാത്ത ഗതികേടിൽ ജനങ്ങൾ സ്വന്തമായി ഗ്രൂപ്പുകൾ ഉണ്ടാക്കി സർക്കാരുമായി നേരിട്ട് സംവദിക്കുന്നത്. കേരളത്തിൽ PSC ഉദ്യോഗാർത്ഥികളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മണ്ണുവാരി തിന്നാൻ നിർബന്ധിതരാക്കിയവരാണ് ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ മുണ്ടും മടക്കി കുത്തിപ്പോയത്. അതിൻ്റെയൊക്കെ വിരോധാഭാസം എത്രത്തോളമാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ സഖാക്കൾ PSC ഉദ്യോഗാർത്ഥികളോട് കാണിച്ചു കൂട്ടിയ പോക്കരുത്തരങ്ങൾ അവിടെ പ്രതിഷേധിക്കാൻ വന്ന വിദ്യാർത്ഥികൾ, ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കാൻ വന്ന വിദ്യാർത്ഥികൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ചാണകം മുക്കിയ ചൂലിൽ അടിച്ചോടിച്ചേനെ ഇവരെ. രാജ്യം ചവറ്റുകുട്ടയിൽ എറിഞ്ഞ ഈ പാർട്ടിയിലെ ശുണ്ടാപ്പികൾ ഈ സമരത്തിൽ പങ്കെടുത്തത് കൊണ്ട് വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടവുമില്ല. തങ്ങൾക്ക് വല്ലവും നേട്ടവും ഉണ്ടായാലോ എന്ന് കരുതിയാണ് പാവങ്ങൾ ഡൽഹി ആകെ തെണ്ടി നടന്നത് നമ്മുടെ സഖാക്കൾ. നീറ്റ് സമരത്തിൽ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ ചേർന്ന കോൺഗ്രസ് നേതാക്കളെ കേന്ദ്ര സർക്കാർ അവഗണിച്ച് തള്ളി. ഈ ഉദരനിമിത്തമുള്ള നാടകം ജനങ്ങൾക്കും സർക്കാരിനും നന്നായി അറിയാം. അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയെ സർക്കാർ ചവറ്റുകുട്ടയിലിട്ട് CJPയുമായി നേരിട്ട് ചർച്ച നടത്തിയത്. സമരം വിജയിച്ച രാത്രി നരേന്ദ്രമോദി ഉറങ്ങിക്കാണില്ല എന്ന് പറയുന്നവർ വേറൊരു നേതാവിന്റെ കാര്യം മറന്നുപോയി, രാഹുൽ ഗാന്ധിയുടെ കാര്യം. ശരിക്കും ഉറക്കം നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിനാണ്. 12 വർഷം കൊണ്ട് പുള്ളിക്ക് സാധിക്കാത്തതല്ലേ 49 ദിവസം കൊണ്ട് കുറച്ച് വിദ്യാർത്ഥികൾ സാധിച്ചത്. എന്തായാലും ഇനിയാണ് നമ്മൾ അതീവ ജാഗ്രത പാലിക്കേണ്ടത്. മുഖമില്ലാത്ത ഇത്തരം അദൃശ്യ ശത്രുക്കളെ എങ്ങനെ നേരിടും എന്നതാണ് മോദി സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഒട്ടനോട്ടത്തിൽ നിഷ്കളങ്കരായ പൗരന്മാരുടെ കൂട്ടായ്മ എന്ന് തോന്നിപ്പിക്കാമെങ്കിലും ഈ കാണുന്ന ഒറ്റപ്പെട്ട പ്രക്ഷോഭങ്ങളെല്ലാം സത്യസന്ധമാകണമെന്നില്ല. പ്രതിപക്ഷം അപ്രസക്തമായിട്ടുള്ള ഈ അവസരം മുതലാക്കി സുസ്ഥിരമായിട്ടുള്ള ഇന്ത്യൻ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വിദേശ ഫണ്ടിങ്ങോടെ പ്രവർത്തിക്കുന്ന ടൂൾ കിറ്റ് സംഘങ്ങൾ ഇതിനുള്ളിൽ കടന്നുകൂടാൻ വലിയ സാധ്യതയുണ്ട്. ക്രൂഡ് ഓയിലിന്റെ ഏറ്റവും വലിയ മാർക്കറ്റായിട്ടുള്ള ഇന്ത്യ അത് ഒഴിവാക്കി എഥനോളിലേക്ക് കടക്കുന്നത് ഇഷ്ടപ്പെടാത്ത വിദേശ ഓയിൽ ലോബികൾ ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയാം. FCRA നിയമങ്ങൾ കർശനമാക്കുന്നതിൽ വിറളി പിടിച്ച വിദേശ ശക്തികൾ ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയാം. ചുരുക്കത്തിൽ പ്രതിപക്ഷമില്ലാത്ത രാജ്യത്ത് ജനങ്ങൾ സ്വന്തം അവകാശങ്ങൾക്കായി നേരിട്ട് പോരാടുകയാണ്. പക്ഷേ ഈ ജനകീയ സമരങ്ങളുടെ മറവിൽ പണമൊഴുക്കുന്ന വിദേശ നിഴലുകളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പൂട്ട് വീഴുന്നത് മോദിക്കായിരിക്കില്ല, മറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെയായിരിക്കും. ന്യൂസ് ഡെസ്ക്.